വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യന്നൂരിലെ ബസ്സിനകത്ത് വെച്ച് ലൈംഗിക ആരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദീപക്കിൻ്റെ സംഭവത്തിൽ കൊടുങ്കൂരവാളിയായ നരാധമയായ ഷിംജിത മുസ്തഫയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിലായി. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് പിടികൂടിയത്. ആത്മഹത്യാ പ്രേരണ കേസിലാണ് അറസ്റ്റ്. ആ വാർത്ത നിങ്ങൾ കണ്ടോ എന്നറിയില്ല. അവളെ സ്വകാര്യ വാഹനത്തിൽ VIP-കൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണനയോടെ കൂടെയാണ് വാഹനത്തിലേക്ക് ആനയിച്ചിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള സുനിൽ കുമാറിന്റെ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രതിയെയുമായി കൊണ്ട് അന്വേഷണ സംഘം ഇപ്പോൾ നഗരഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സുനിൽ കുമാറും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാഹനം, സ്വകാര്യ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രതിയുമായി കൊണ്ട് അന്വേഷണ സംഘം വന്നുകൊണ്ടിരിക്കുന്നത്. പർദ്ദ ധരിച്ച് മുഖം മറച്ച് ഒരാൾക്കും മനസ്സിലാവരുത് ഈ വ്യക്തി ആരെന്ന് ആ വിധത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പോലീസ് ഇവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അവൾ പർദ്ദ ധരിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ആ ഒരു രൂപത്തിലാണ് ആ വാഹനത്തിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, മലയാളി മനസ്സുകൾ അടക്കം, തീർച്ചയായിട്ടും ഈ വാർത്ത, ഇന്നലെ നമ്മൾ കണ്ട ആ വാർത്ത നമ്മൾ അത് തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ടതുണ്ട്. കാരണം കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള, പഴുത് അടക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഇന്നലത്തെ വീഡിയോ കാണാൻ സാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ആ കൊടും കൂരവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ നമ്മൾ പൊരുതുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി പുരുഷന്മാരായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളെ നോക്കുകുത്തികളാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും.